+1 കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊപ്പീനും HBr തമ്മിലുള്ള റിയാക്ഷൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 പ്രോഡക്ട്സ് ഉണ്ടായിട്ടുണ്ട്, 2 ബ്രോമോ പ്രൊപ്പൈനും 1 ബ്രോമോ പ്രൊപ്പൈനും. ക്വസ്റ്റ്യൻ ഇതാണ്, നെയിം ദി റൂൾ ദാറ്റ് ഡിസൈഡ്സ് ദി ഫോർമേഷൻ ഓഫ് മേജർ പ്രോഡക്റ്റ്. അപ്പോൾ ആൻസർ എന്താണെന്നൊന്ന് ആലോചിച്ച ശേഷം ആൻസർ നോക്കുക. ദി ആൻസർ ഈസ് മാർക്കോനിക്കോവ് റൂൾ. Second question is, among staggered and eclipsed conformations of ethane, which is more stable? ഈത്തൈൻ്റെ എക്ലിപ്സ്ഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻസ് നമ്മൾ വരച്ച് പഠിക്കാറുണ്ട്. ഇതിൽ ഏതിനാണ് സ്റ്റെബിലിറ്റി കൂടുതലെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അസറ്റിലിൻ അഥവാ ഇത്തൈൻ ട്രിപ്പിൾ ബോണ്ട് CH. ഇത് റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ 873 കെൽവിൻ ടെമ്പറേച്ചറിൽ പാസ് ചെയ്താൽ, കടത്തിവിട്ടാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇക്വേഷൻ തന്നിട്ടുണ്ട്, പ്രോഡക്റ്റ് നമ്മൾ എഴുതണം. എന്താണ് പ്രോഡക്റ്റ്? ആൻസർ ഈസ് ബെൻസീൻ. ബെൻസീൻ എഴുതുവോ, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല C6H6 എന്നോ, അല്ലെങ്കിൽ ബെൻസീൻ്റെ സ്ട്രക്ചർ വരച്ചു വയ്ക്കുകയോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, among the geometrical isomers of 2-butene. 2-buteneൻ്റെ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് തന്നിട്ടുണ്ട്. സിസ് 2-buteനും ട്രാൻസ് 2-buteനും. സിസ് ബ്യൂട്യൂയിൻ എന്നും പറയാം, ട്രാൻസ് ബ്യൂട്യൂയിൻ എന്നും പറയാം. അപ്പോൾ ഇത് നമ്മൾ വരച്ച് പഠിക്കാറുണ്ട്. ഇതിൽ ഏതിനാണ് പൊളാരിറ്റി കൂടുതൽ, വിച്ച് ഈസ് മോർ പോളാർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഐസോമേഴ്സിനെ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് വിളിക്കാം, സിസ് ട്രാൻസ് ഐസോമേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഏതാണ് പോളാർ, കൂടുതൽ പോളാർ? The answer is cis isomer is more polar. Okay, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. The cold dilute aqueous solution of KMnO4 is known as dash. കോൾഡ് ഡയല്യൂട്ട്, തണുത്ത ഡയല്യൂട്ട് ചെയ്ത ജലത്തിൽ ലയിപ്പിച്ച KMnO4 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ സൊല്യൂഷനെ എന്ത് വിളിക്കും? ദി ആൻസർ ഈസ് ബെയസ് റിയേജൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. C6H6 ബെൻസീൻ പ്ലസ് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ് ആൻഡ് 500 കെൽവിൻ ടെമ്പറേച്ചർ. അപ്പോൾ ബെൻസീൻ ക്ലോറിനുമായി UV ലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. ദി ആൻസർ ഈസ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ബെൻസീൻ ഹെക്സാക്ലോറൈഡിനെ നമ്മൾ BHC എന്ന് എഴുതാം, അല്ലെങ്കിൽ C6H6Cl6 എന്ന് എഴുതാം, അല്ലെങ്കിൽ 666 എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ വേറൊരു പേരാണ് ഗാമക്സൈൻ. ഇനി അതും പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തെഴുതുക? അതിൻ്റെ സ്ട്രക്ചർ എഴുതുക. ബെൻസീൻ റിങ് പോലെ എഴുതിയിട്ട് അകത്ത് ഡബിൾ ബോണ്ട് ഒന്നും ഇടാതെ എല്ലാ കോർണറിലും ക്ലോറിൻ കാണിക്കുക. ഇതിനെയാണ് നമ്മൾ ഗാമക്സൈൻ അല്ലെങ്കിൽ ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി പ്രോഡക്റ്റ് എഴുതുക. 2CH3Br plus 2Na gives ether. Na എന്ന് പറഞ്ഞാൽ സോഡിയവും ഈതറും കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് റിയാക്ഷനാണ്, വുഡ്സ് റിയാക്ഷനാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മളുടെ പ്രോഡക്റ്റ് അറിയാൻ വേണ്ടി വുഡ്സ് റിയാക്ഷനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ റിയാക്ഷനിൽ പങ്കെടുത്തിരിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ ആൽക്കീൻ, ആ ഹാലോ ആൽക്കീനിൽ ഹാലോജൻ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കുക. അവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ ഇപ്പോൾ CH3 ആണ്. അതിൽ CH3യിൽ ഒരു കാർബണേ ഉള്ളൂ. ഒരു കാർബൺ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി കാർബണുള്ള ആൽക്കൈൻ കിട്ടും. അപ്പോൾ ഇവിടെ ഇരട്ടി കാർബൺ എന്ന് പറഞ്ഞാൽ 2 കാർബണുള്ള ആൽക്കൈൻ കിട്ടും. 2 കാർബണുള്ള ആൽക്കൈൻ ഏതാണ്? ഈത്തൈൻ. അപ്പോൾ ആൻസർ ഈസ് ഈത്തൈൻ. ഈത്തൈൻ്റെ സ്ട്രക്ചറൽ ഫോമിൽ എഴുതാം CH3 എന്ന്, അല്ലെങ്കിൽ മോളിക്കുലർ ഫോമിൽ എഴുതാം C2H6. അപ്പോൾ റിയാക്ഷൻ്റെ പേരെന്താണ്? വുഡ്സ് റിയാക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്താണ്? ബെൻസീനാണ് തന്നിരിക്കുന്നത്. ബെൻസീൻ 3H2O റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കലിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ബെൻസീൻ ചേർത്ത് ചൂടാക്കിയാൽ എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നടക്കുന്നത് റിഡക്ഷനാണ്. അപ്പോൾ എന്തായിരിക്കും പ്രോഡക്റ്റ്? ആൻസർ ഈസ് സൈക്ലോഹെക്സൈൻ. നമുക്ക് വേർഡ്സിൽ എഴുതാം, അല്ലെങ്കിൽ C6H12 എന്ന് എഴുതുക, അല്ലെങ്കിൽ സൈക്ലോഹെക്സൈൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. എന്താ സൈക്ലോഹെക്സൈൻ്റെ സ്ട്രക്ചർ? ബെൻസീൻ്റെ അതേപോലെ വരച്ച് ഡബിൾ ബോണ്ട് ഇടാതെ വരയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക.
അപ്പോൾ ഇത് നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ്? സോഡിയവും സോഡിയവും ഉണ്ട് ഈതറും ഉണ്ട്. അപ്പോൾ നമുക്ക് വുഡ്സ് റിയാക്ഷനാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളെന്താ ട്രിക്ക് പറഞ്ഞത്? ഹാലോജൻ ഒഴിച്ച് ബാക്കിയുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. C2H5 എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി കാർബണുള്ള ആൽക്കൈൻ കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 2ൻ്റെ ഇരട്ടി 4. അപ്പോൾ 4 കാർബണുള്ള ആൽക്കൈൻ ഏതാണ്? ആലോചിച്ച് നോക്കിക്കേ. ആൻസർ ഈസ് ബ്യൂട്ടൈൻ. അപ്പോൾ ബ്യൂട്ടൈൻ എന്ന് എഴുതാം, അതിൻ്റെ സ്ട്രക്ചറൽ ഫോമിൽ എഴുതാം, അല്ലെങ്കിൽ C4H10 എന്നുള്ള മോളിക്കുലർ ഫോമിലും എഴുതാം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോഡക്റ്റ് ഫോംഡ് വെൻ എഥിലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബേസ് റിയേജൻറ്റ്? അപ്പോൾ ബേസ് റിയേജൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ എഥിലിൻ അല്ലെങ്കിൽ ഇത്തീൻ ബേസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് പ്രോഡക്റ്റാണ് കിട്ടുന്നത്? അപ്പോൾ ഈ ബേസ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ അൺസാച്ചുറേഷൻ ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു റിയേജൻ്റാണ്. അപ്പോൾ ബേസ് റിയേജൻറ്റ് നല്ല വയലറ്റ് കളറാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്. അപ്പോൾ ഇത് ഒഴിച്ച് കഴിയുമ്പം കളർ ഡിസപ്പിയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് റിയാക്ഷൻ. അപ്പോൾ ഈത്തീനിൽ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതിലേക്ക് ബേസ് റിയേജൻറ്റ് ഒഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേര് എത്തിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ ഈത്തൈൻ 1,2 ഡയോൾ. 2 പേരുണ്ട്. ആ 2 പേരിൽ ഏതെങ്കിലും എഴുതാം. ഇനി അതിൻ്റെ ഇക്വേഷനും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ആ ഇത്തീൻ്റെ ഡബിൾ ബോണ്ട് പോയിട്ട് ആ 2 കാർബണിലേക്കും ആര് വരുന്നു? OH വരുന്നു. അതിനെയാണ് നമ്മൾ ഈത്തൈൻ 1,2 ഡയോൾ അല്ലെങ്കിൽ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി റിയാക്ഷൻ. വേറെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, എന്നിട്ടത് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുവാണ്. അവിടെ ഏത് റിയാക്ഷനാണത്? ബെൻസീനിലേക്ക് CH3Cl ചേർക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഈ റിയാക്ഷൻ്റെ പേര് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്നാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ ആൽക്കൈൽ ഹാലൈഡ്, ബെൻസീനിലേക്ക് ചേർത്തിരിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ ആൽക്കൈനിലെ ആൽക്കൈൽ ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിൽ ചെന്ന് അറ്റാച്ച് ചെയ്യപ്പെടും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? പ്രോഡക്റ്റിൻ്റെ പേരാണ് ടൊലുവീൻ. C6H5CH3 എന്ന് എഴുതാം. ഇനി സ്ട്രക്ചർ വരച്ച് ബെൻസീൻ റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ CH3 കാണിച്ചും നമുക്ക് എഴുതാം. ഈ റിയാക്ഷൻ്റെ പേരെന്താണ്? ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ.